പേര് ധീരകൃഷ്ണ. ഞാൻ പഠിക്കുന്ന ക്ലാസ് GLPS കടവനാട്. ഇന്നലെ എൻ്റെ അമ്മ എനിക്ക് ഫോണില് നിയ ചേച്ചിയുടെ അസുഖത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മച്ചനും എൻ്റെ അമ്മമ്മയും എല്ലാവരും എനിക്ക് കാശ് തരാറുണ്ട്. അതെല്ലാം ഞാൻ തൊണ്ടിലിടുമായിരുന്നു. ഇപ്പം ആ തൊണ്ട് എനിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ആ തൊണ്ട് ഞാൻ നിയ ചേച്ചിക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇത് എൻ്റെ മോള് നീയാണ്. 9 വയസ്സായി എൻ്റെ മോൾക്ക്. അവൾക്ക് ന്യൂറോബ്ലാസ്റ്റോമ നെറ്റസുഖമാണ്. ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറാണ്. 4th സ്റ്റേജായി. ഇപ്പം ഞങ്ങൾ MVR ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലാണ്. അപ്പോൾ ഇവളുടെ ചികിത്സയ്ക്കും സർജറിക്കും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. അത്രയും പൈസ എൻ്റെ കയ്യിലില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് പൈസ തന്നിട്ട് സഹായിക്കണം. ഇവൾക്ക് ഒരു നല്ല കുട്ടിയായിട്ട് ഇനിയുള്ള കാലം ഞാൻ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണേ. സുഹൃത്തുക്കളെ, ഞങ്ങൾ പൊന്നാനി കടവനാട് GLP സ്കൂളിലാണ് ഉള്ളത്. നമുക്കറിയാം, ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ധീരജ് എന്ന കുട്ടി ഈ കടവനാട് തന്നെയുള്ള നിയമോൾ എന്ന് പറയുന്ന മാരക രോഗം ക്യാൻസർ പിടിപെട്ട് MVRൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വേണ്ടി തൻ്റെ കുടുക്കയിൽ സ്വരൂപിച്ച ചെറിയ ഒരു തുക, അവന് 1 രൂപയും ചെറിയ പൈസയുമായി കുടുക്കയിൽ സ്വരൂപിച്ച ആ പൈസ നിയമോളുടെ വീഡിയോ കണ്ട് വിഷമം അറിഞ്ഞ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ ചികിത്സാ സഹായത്തിലേക്ക് 1.5 കോടി രൂപ പിരിക്കുന്ന സഹായത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ധീരജിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടവനാട് സ്കൂളിൽ എത്തിയിട്ടുള്ളത്. എൻ്റെ കൂടെ സ്കൂളിലെ പ്രധാന അധ്യാപിക മേഴ്സി ടീച്ചറും ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരും കമ്മിറ്റി മെമ്പർമാരും മറ്റുള്ള ടീച്ചർമാരൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നിയമോൾക്ക് 1.5 കോടിയാണ് നിയമോൾക്ക് ആവശ്യമുള്ളത്. ഈ 1.5 കോടിക്ക് വേണ്ടി ഞങ്ങൾ കേരള സമൂഹത്തോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചികിത്സിക്കാൻ പറ്റും, ചികിത്സിച്ച് അസുഖം ഭേദമാക്കാൻ പറ്റും. ഇതേപോലെയുള്ള ചെറിയ കുട്ടികൾ, അതേപോലെയുള്ള വലിയ ആളുകൾ തൊട്ട് എല്ലാവരും ഇതിനുവേണ്ടി രംഗത്തിറങ്ങി ഞങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നിയമോളുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം. വലിയ ഒരു പ്രശ്നമാണ്. 1.5 കോടി രൂപയാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാകണം.